ഹലോ ഫ്രണ്ട്സ്, പാത്ത് ടു സക്സസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ ഇപ്പോൾ കുറച്ച് ജനറൽ നോളജാണ് ചർച്ച ചെയ്യുന്നത്. മാഡിബ എന്ന് അറിയപ്പെടുന്നത് നെൽസൺ മണ്ടേല. മണ്ടേലയുടെ പ്രധാന കൃതികൾ ലോങ് വാക്ക് ടു ഫ്രീഡം, അതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. സ്ട്രഗിൾസ് ഇൻ മൈ ലൈഫ്, നോ ഈസി വേ ടു ഫ്രീഡം. മണ്ടേലയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷം 1993 ആണ്. ദക്ഷിണാഫ്രിക്കയുടെ കറുത്ത വർഗ്ഗക്കാരനായ ആദ്യ പ്രസിഡന്റ് നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേല തടവ് ശിക്ഷ അനുവദിച്ച തടവറ സ്ഥിതി ചെയ്യുന്നത് റോബൻ ദ്വീപ്. നെൽസൺ മണ്ടേലയ്ക്ക് ജയിലിൽ നൽകിയിരുന്ന നമ്പർ 46664. മണ്ടേലയുടെ പാർട്ടി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ANC നിലവിൽ വന്ന വർഷം 1912. മണ്ടേലയുടെ ബാല്യകാല പേര് ഹോലിഹ് ഷാഹ് ഷാ. 1994 മെയ് 10 മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി. ഭാരതരത്നം ലഭിച്ചത് 1990. 27 വർഷത്തെ തടവിന് ശേഷം മണ്ടേല ജയിൽ മോചിതനായത് 1990 ഫെബ്രുവരി 11. നെൽസൺ മണ്ടേല അന്തരിച്ച വർഷം 2013 ഡിസംബർ 5. നൊബേൽ, നിഷാൻ-ഇ-പാകിസ്ഥാൻ, ഭാരതരത്ന എന്നിവയെല്ലാം ലഭിച്ച ഏക വ്യക്തി മണ്ടേല. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത 3×10⁸ മീറ്റർ/സെക്കൻഡ്. പ്രകാശത്തിന് വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വജ്രം. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം വജ്രം. പ്രകാശ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ട്. വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നതിന് വ്യത്യസ്ത അളവിലായിരിക്കുമെന്നത് കണ്ടെത്തിയത് ലിയോൺ ഫുക്കോൾട്ട്. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൻ. ആദ്യമായി പ്രകാശത്തിൻ്റെ വേഗം കണക്കാക്കിയത് റോമർ. പ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗമാണെന്ന് സ്ഥിരീകരിച്ചത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ. പ്രകാശ തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് തെളിയിച്ചത് അഗസ്റ്റിൻ ഫ്രെൻഡൽ. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം, അതാണ് പ്രകാശവർഷം എന്നറിയപ്പെടുന്നത്. പ്രകാശവർഷം എന്നത് 9.46 × 10⁻12 കിലോമീറ്റേഴ്സ് ആണ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡല. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് ആങ്സ്ട്രം. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം 8 മിനിറ്റ് 20 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡ്. സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജം സ്ഥിതികോർജം. ഒരു ടാങ്കിലുള്ള ജലത്തിൻ്റെ ഊർജം സ്ഥിതികോർജം. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജം ഗതികോർജം. പായുന്ന ബുള്ളറ്റ്, ഉരുളുന്ന കല്ല്, ഒഴുകുന്ന ജലം എന്നിവയിലെ ഊർജം ഗതികോർജം. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യൻ. ഊർജ സംരക്ഷണ നിയമം
ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ. എനർജി കൺസർവേഷൻ ആക്ട് നിലവിൽ വന്നത് 2002 മാർച്ച്. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശങ്ങളിലാണ്. ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖ പ്രദേശങ്ങളിലാണ്. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം 0. വെരുക് പുറപ്പെടുവിക്കുന്നത് സിവറ്റോൺ. പട്ടുനൂൽപ്പുഴു പുറപ്പെടുവിക്കുന്നത് ബോംബിക്കോൾ. ആശയവിനിമയത്തിനായി നൃത്തം ചെയ്യുന്ന ജീവി തേനീച്ച. മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തിന് കാരണം ലൂസിഫെറിൻ. ശരീരത്തിൽ ഞരമ്പുകൾ ഇല്ലാത്ത ജീവിവർഗം ഷഡ്പദം. ഭൂമിയുടെ കാന്തിക ശക്തി അനുസരിച്ച് സഞ്ചരിക്കുന്ന ജീവി ഒച്ച്. ആണവ ദുരന്തത്തിൽ നിന്നുപോലും രക്ഷപ്പെടാൻ സാധിക്കുന്ന ജീവി പാറ്റ. സിൽവർ ഫിഷ് ഏത് വിഭാഗത്തിൽപ്പെടുന്ന ജീവിയാണ്? ഷഡ്പദം. ബ്രഹ്മോസ് എന്ന പേരിൻ്റെ ഉപജ്ഞാതാവ് APJ അബ്ദുൽ കലാം. ഏതെല്ലാം നദിയുടെ പേരുകൾ കൂട്ടിച്ചേർത്താണ് ബ്രഹ്മോസിന് ആ പേര് നൽകിയിരിക്കുന്നത്? ബ്രഹ്മപുത്ര, മോസ്കോവ. ബ്രഹ്മോസിൻ്റെ വേഗത 2.5 മുതൽ 2.8 മാക്ക്. ബ്രഹ്മോസിൻ്റെ ദൂരപരിധി 290 കിലോമീറ്റർ. 1987 ഇന്തോ റഷ്യൻ ഉടമ്പടി പ്രകാരം തയ്യാറാക്കപ്പെട്ട മിസൈലാണ് ബ്രഹ്മോസ്. 2006 മുതൽ ബ്രഹ്മോസ് ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമാണ്. ഇന്ത്യയുടെ പ്രധാന മിസൈൽ വിക്ഷേപണ കേന്ദ്രം ചാന്ദിപൂർ, ഒഡീഷ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മിസൈൽ പൃഥ്വി. ഭാവിയിലെ മിസൈൽ അസ്ത്ര. ലോകത്തിലെ ഏറ്റവും പരിഷ്കൃതമായ ടാങ്ക് വേധ മിസൈൽ നാഗ്. ഇനി ഇന്ത്യയിലെ പ്രധാന താപവൈദ്യുത നിലയങ്ങൾ: ബറോണി തെർമൽ പ്ലാന്റ്, ബീഹാർ. കോർബ തെർമൽ പ്ലാന്റ്, ഛത്തീസ്ഗഡ്. ഗുരുനാനാക്ക് പവർ സ്റ്റേഷൻ, പഞ്ചാബ്. ഗുരു ഹർഗോവിന്ദ് പവർ സ്റ്റേഷൻ, പഞ്ചാബ്. സുവർണരേഖ തെർമൽ പ്ലാന്റ്, ജാർഖണ്ഡ്. സത്പുര തെർമൽ പ്ലാന്റ്, മധ്യപ്രദേശ്. 2016 ഒളിമ്പിക്സ് വേദി റിയോ ഡി ജനീറോ, ബ്രസീൽ. 2020 ഒളിമ്പിക്സ് വേദി ടോക്കിയോ, ജപ്പാൻ. 2014 ശൈത്യകാല ഒളിമ്പിക്സിൻ്റെ വേദി സോച്ചി, റഷ്യ. 2018 ശൈത്യകാല ഒളിമ്പിക്സ് വേദി പ്യോങ് ചാങ്, ദക്ഷിണ കൊറിയ. ദേശീയ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻ ചന്ദ്. ഇന്ത്യൻ ഹോക്കിയുടെ വന്ധ്യവയോധികൻ ധ്യാൻ ചന്ദ്. ആരുടെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? ധ്യാൻ ചന്ദിൻ്റെ. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29-നാണ്. ധ്യാൻ ചന്ദിന് പത്മഭൂഷൺ ലഭിച്ച വർഷം 1956. ധ്യാൻ ചന്ദിൻ്റെ ആത്മകഥ ദ ഗോൾ. ധ്യാൻ ചന്ദിൻ്റെ പ്രതിമയുള്ള വിദേശ നഗരം വിയന്ന, ഓസ്ട്രിയ. ധ്യാൻ ചന്ദ് ഏതു ഒളിമ്പിക്സിലാണ് ഇന്ത്യൻ ടീമിൻ്റെ നായകനായത്? ബെർലിൻ ഒളിമ്പിക്സ് 1936. ഇന്ത്യ ഒളിമ്പിക്സിൽ ഹോക്കിയിൽ എത്ര തവണ സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്? 8 തവണ. ആദ്യം നേടിയത് 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ. അവസാനം നേടിയത് 1980 മോസ്കോ ഒളിമ്പിക്സിൽ. ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യ ആദ്യം കിരീടം നേടിയത് 1975-ലാണ്. ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യക്ക് കിരീടം നേടിത്തന്ന ക്യാപ്റ്റൻ അജിത് പാൽ സിംഗ്, 1975. ഇന്ത്യയിലെ ഏറ്റവും പഴയ ഹോക്കി ടൂർണമെൻറ്റ്
ബെയ്റ്റൺ കപ്പ്. രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം നേടിയ ഒരേ ഒരു ഹോക്കി താരം ധൻരാജ് പിള്ള. കേരളത്തിലെ ആദ്യത്തെ ഡാം മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. മുല്ലപ്പെരിയാർ നിർമ്മാണം ആരംഭിച്ച വർഷം 1886. മുല്ലപ്പെരിയാർ ഡാം പണി പൂർത്തിയായ വർഷം 1895. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി ജോൺ പെന്നിക്വിക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് മെൻലോക് പ്രഭു. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന മിശ്രിതം സുർക്കി മിശ്രിതം. മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ കരാർ പെരിയാർ ലീസ് എഗ്രിമെന്റ്. പെരിയാർ ലീസ് എഗ്രിമെന്റ് ഒപ്പുവെച്ച വർഷം 1886 ഒക്ടോബർ 29. പെരിയാർ ലീസ് എഗ്രിമെന്റ് ഒപ്പുവെച്ചത് തിരുവിതാംകൂർ ദിവാനായ വി രാമയ്യങ്കാറും മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറിയായ ജെ.സി. ഹാനിങ്ടണും തമ്മിൽ. പെരിയാർ ലീസ് എഗ്രിമെന്റ് ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീ മൂലം തിരുനാൾ. പെരിയാർ ലീസ് എഗ്രിമെന്റ് പുതുക്കിയ വർഷം 1970. പെരിയാർ ലീസ് എഗ്രിമെന്റ് 1970 പുതുക്കി നൽകിയ കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോൻ. മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ച് വയ്ക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ട് വൈഗ അണക്കെട്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട്, പഞ്ചായത്ത് കുമിളി. മുല്ലപ്പെരിയാർ തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം, തമിഴ്നാട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് പഠിക്കാനായി സുപ്രീം കോടതി നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ ജസ്റ്റിസ് എ.എസ്. ആനന്ദ്. ഇപ്പോഴത്തെ തീരുമാനപ്രകാരം ലോക കാലാവസ്ഥയെയും മറ്റ് അന്തരീക്ഷ പ്രതിഭാസങ്ങളെയും കുറിച്ചുള്ള പഠനവും വിവര കൈമാറ്റവും നടത്തുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസി ലോക കാലാവസ്ഥാ സംഘടന WMO നിലവിൽ വന്ന വർഷം 1950. അംഗങ്ങളുടെ എണ്ണം 191. ലോക കാലാവസ്ഥാ പഠന സംഘടനയുടെ ആസ്ഥാനം ജനീവ. ആദ്യ കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് ജനീവ 1979. കാലാവസ്ഥാ ഉച്ചകോടി 2015 വേദിയായ നഗരം പാരീസ്, ഫ്രാൻസ്. പ്രകാശത്തിന് നേരെ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണത ഫോട്ടോട്രോപ്പിസം. സസ്യകാണ്ഡത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോൺ ആക്സിൻ. ആക്സിൻ വേരിൻ്റെ വളർച്ചയെ മന്ദീഭവിപ്പിക്കുന്നു. ഒരു സ്വാഭാവിക ആക്സിനാണ് ഇൻഡോൾ 3 അസറ്റിക് അമ്ലം. കൃത്രിമ ഹോർമോണുകൾക്കുദാഹരണമാണ് ഹോർട്ടോമോൺ ആക്സാൻ. സസ്യങ്ങളിലെ ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്ന ഹോർമോൺ ഗിബെർലിൻ. സൂര്യനും ഭൂമിക്കും ഇടയ്ക്ക് ശുക്രൻ കടന്നു വരുന്ന പ്രതിഭാസമാണ് ശുക്രസംതരണം. അവസാന ശുക്രസംതരണം ദൃശ്യമായത് 2012 ജൂൺ 6-നാണ്. ഈ ദിനത്തിൽ ശുക്രൻ ഒരു കറുത്ത പൊട്ടുപോലെ സൂര്യനു മുന്നിലൂടെ കടന്നുപോയി. ഗ്രഹചലന നിയമം ആവിഷ്കരിച്ചത് കെപ്ലർ. ആകാശത്തിൽ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത് കെപ്ലർ. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ശുക്രൻ. പ്രഭാത നക്ഷത്രവും പ്രദോഷ നക്ഷത്രവും ശുക്രനാണെന്ന് കണ്ടെത്തിയത് പൈതഗോറസ്. റോമക്കാരുടെ പ്രണയദേവതയുടെ പേര് നൽകപ്പെട്ട ഗ്രഹം ശുക്രൻ. റോമക്കാരുടെ സൗന്ദര്യദേവതയുടെയും വസന്തദേവതയുടെയും പേര് നൽകപ്പെട്ട ഗ്രഹം ശുക്രൻ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ശുക്രൻ. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഏക ഉപഗ്രഹം ശുക്രൻ.
സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹം ശുക്രൻ. സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം ശുക്രൻ. ചന്ദ്രൻ കഴിഞ്ഞാൽ രാത്രിയിൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമേറിയ വസ്തു ശുക്രൻ. പരിക്രമണത്തിനേക്കാളേറെ സമയം ഭ്രമണത്തിനെടുക്കുന്ന ഏക ഗ്രഹം ശുക്രൻ. ഭ്രമണ വേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ശുക്രൻ. ഭൂമിയെ കൂടാതെ ഹരിതഗ്രഹ പ്രഭാവം അനുഭവപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. സൗരയൂഥത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിനരാത്രങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ശുക്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മാക്സ്വെൽ മോൺസ്. ശുക്രനിലെ വിശാലമായ പീഠഭൂമി ലക്ഷ്മി പ്ലാനം. ശുക്രനിലെ നിരീക്ഷിക്കാൻ വിക്ഷേപിക്കപ്പെട്ട ആദ്യ പേടകം മറീനർ 2. ശുക്രനിലിറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം വിനേറ 7. ശുക്രനെ നിരീക്ഷിക്കാനായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം വീനസ് എക്സ്പ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ്. 1939 ത്രിപുരി സമ്മേളനത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1939 സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചതിനെ തുടർന്ന് കോൺഗ്രസ് പ്രസിഡന്റായത് രാജേന്ദ്ര പ്രസാദ്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യ. 1948 ജയ്പൂർ സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷനാണ് പട്ടാഭി സീതാരാമയ്യ. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പ്രാചീന ശിലാലിഖിതങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ ഗുഹകളാണ് എടയ്ക്കൽ ഗുഹകൾ. എടയ്ക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന മല അമ്പുകുത്തിമല. കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന ഗുഹാലിഖിതങ്ങൾ എടയ്ക്കൽ ഗുഹാലിഖിതങ്ങളാണ്. അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഔറംഗാബാദ്, മഹാരാഷ്ട്ര. ഔറംഗാബാദിൻ്റെ പുതിയ പേര് സാംഭാജി നഗർ. അമർനാഥ് ഗുഹ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജമ്മു കാശ്മീർ. ഗുഹയെക്കുറിച്ചുള്ള പഠനം സ്പീലിയോളജി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹ അമർനാഥ് ഗുഹ, ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പ്രകൃതിദത്ത ഗുഹ ക്രെൻ ലിയാദ്, പ്രാഗ്, മേഘാലയ. ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹ മാമാത്ത് ഗുഹ, അമേരിക്ക. എടയ്ക്കൽ ഗുഹ കണ്ടെത്തിയത് ഫ്രെഡ് ഫോസെറ്റ് 1890. അജന്ത ഗുഹ കണ്ടെത്തിയത് ജോൺ സ്മിത്ത്. അമർനാഥ് ഗുഹ കണ്ടെത്തിയത് ബുധ മാലിക്. ചൊവ്വയുടെ ചിത്രങ്ങളെടുത്ത ആദ്യത്തെ ബഹിരാകാശ വാഹനം മാരിനർ. ചൊവ്വയിൽ നിന്ന് ഏറ്റവും അധികം വിവരങ്ങൾ ഭൂമിയിലേക്ക് അയച്ച പര്യവേഷണ പേടകം മാസ് റിക്കനൈസൻസ് ഓർബിറ്റർ. ചൊവ്വയിൽ ജീവൻ തേടുന്ന ദൗത്യവുമായി ചൊവ്വയിലെ ഉപരിതലത്തിലിറങ്ങിയ വാഹനം വൈക്കിംഗ് 1. വൈക്കിംഗ് ഇറങ്ങിയ ചൊവ്വയിലെ സ്ഥലം ക്രൈസ് പ്ലാനിറ്റിയ.